ഭാഗ്യത്തിന് മന്ത്രി വീണ ജോർജും നമ്മുടെ മന്ത്രി വാസവനും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും സംഭവ സ്ഥലത്ത് കുതിച്ചെത്തിയപ്പോൾ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നതാണ്. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്തം PWDക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവകുപ്പിനല്ല. പക്ഷേ PWDയുടെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണെന്ന് മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല, വാസവനും പറയാൻ പറ്റില്ല, വീണയ്ക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, PWD മന്ത്രി നമ്മുടെ മിസ്റ്റർ മരുമോനാണ്. മരുമോൻ്റെ വകുപ്പിൻ്റെ എന്തെങ്കിലും പരാധീനത കൊണ്ട് കെട്ടിടം വീണു എന്നോ ആർക്കെങ്കിലും പോറൽ പറ്റിയെന്നോ പറയാൻ പറ്റുകയില്ല. ഈ കെട്ടിടത്തിൻ്റെ പഴക്കം കൊണ്ട്, അല്ലെങ്കിൽ കെട്ടിടം പണിഞ്ഞ് UDF സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് നമുക്ക് ആകെ പറയാൻ പറ്റും. ഇനി UDFൻ്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം കൊണ്ടാണ്, അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയുടെ പോരായ്മ കൊണ്ടാണ് കെട്ടിടം വീണ് എന്ന് നമുക്ക് പറയാം. അതില്ലാതെ കണ്ട് മരാമത്ത് വകുപ്പിൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഉപയോഗശൂന്യമായി മാറ്റിയിട്ടിരുന്ന കെട്ടിടമാണ് വീണത്. അതിൻ്റെ അകത്തൊന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണയും ആ മന്ത്രി വാസവനും ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ഓരോ ചായയും കുടിച്ച്, കൂട്ടത്തിൽ ഓരോ പരിപ്പോടയും കഴിച്ച്, അവിടെ നിന്ന ഡോക്ടർമാരോടും ആ നേഴ്സുമാരോടും കമ്പൗണ്ടർമാരോടും മറ്റ് പരിചയക്കാരോടുമൊക്കെ കുശലം പറഞ്ഞ് കൈവീശി കാണിച്ച് മന്ത്രിക്കാറിൽ കയറി പോയി. അവർ പോയി അധികം ദൂരം എത്തണേക്ക് മുമ്പായിട്ട് വേറൊരു വാർത്ത തോന്നി. ഈ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പെട്ട് 50 വയസ്സിന് മേൽ പ്രായമുള്ള ബിന്ദു എന്ന് പറഞ്ഞ വൈക്കം സ്വദേശിയായ ഒരു സ്ത്രീ ഈ കെട്ടിടത്തിനകത്തുണ്ട് എന്ന വാർത്ത വന്നു. അപ്പോഴത്തേക്കും അലമുറയായി ബഹളമായി. അവസാനം 2 മണിക്കൂർ ബന്ധപ്പെട്ട് ഈ പാവത്തിനെ പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഏതായാലും അധികം വൈകാതെ അവരുടെ പ്രാണം പോയി. ഈ മന്ത്രി അവിടെ നിന്ന് ചപ്പടാച്ചി പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് വല്ല ബുൾഡോസറോ JCBയോ വല്ലതും കൊണ്ടുവന്ന് ഇത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല. അപ്പം മന്ത്രിക്ക് 2 തെറ്റ് പറ്റി. ഒന്ന്, മന്ത്രി അനവസരത്തിൽ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചു. 2, മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. ഒരാളതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. മന്ത്രി യാതൊരു അന്വേഷണവും നടത്താതെ അവിടെയുള്ള ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു തെണ്ടിയോ പറഞ്ഞതനുസരിച്ച് ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാം ജോറായിട്ട് നടക്കുന്നുണ്ട് സാർ, ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളിയുകയില്ല സാർ, പൊളിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങുകയില്ല സാർ, കുടുങ്ങിയാലും ആരും മരിക്കുകയില്ല സാർ, ആർക്കൊന്നും പറ്റുകയില്ല സാർ, ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ, ഞങ്ങൾക്കൊരു ക്യാപ്റ്റനുണ്ട് സാർ എന്ന് പറയാതെ വെറുതെ ഒതുങ്ങി മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കട്ടെ, അറിവ് കിട്ടുന്ന മുറയ്ക്ക് പറയാമെന്ന് പറയുകയോ ചേർന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.